2024 ഏപ്രിൽ 25 വ്യാഴം. ഇന്ന് 1199 മേടം 12. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. 1.5 മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിന് ആവേശത്തോടെ സമാപനം. പ്രചാരണത്തിന് പരിസമാപ്തി. ചിലയിടത്ത് വേനൽ മഴയുടെ പശ്ചാത്തലത്തിലാണ് പ്രചാരണ ചൂടും താഴ്ന്നത്. ഇന്നത്തെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം നാളെ കേരളം ബൂത്തിലേക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. ജൂൺ 4 വോട്ടെണ്ണും. അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നു. വിവിധ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പോളിംഗ് സാധനങ്ങളുടെ വിതരണം രാവിലെ ആരംഭിക്കും. കേരളത്തിലാകെ മണ്ഡലങ്ങൾ 20, സ്ഥാനാർത്ഥികൾ 194, വോട്ടർമാർ 2.77 കോടി, ബൂത്തുകൾ 25,000, ഉദ്യോഗസ്ഥർ 1.5 ലക്ഷം, പോലീസുകാർ 40,000. ഗാസ US ക്യാമ്പസുകളിൽ പ്രതിഷേധം. ഇസ്രായേലിന് വീണ്ടും ധനസഹായവുമായി US. 100 കണക്കിന് വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ US സർവകലാശാലകളിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ കൂടുതൽ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ബ്രൂക്ലിനിലും പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യ സമരകേന്ദ്രമായ കൊളംബിയ സർവകലാശാലയുടെ സിറ്റി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഉയർത്തിയ സമരപന്തലുകൾ വെള്ളിയാഴ്ചയ്ക്കകം പൊളിച്ചു നീക്കണമെന്ന് അധികൃതർ അന്ത്യശാസനം നൽകി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ തിങ്കളാഴ്ച 120 വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത്. യേൽ, മിനാസോഡ സർവകലാശാലകളിലും 46 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടക്കം വിവിധ ക്യാമ്പസുകളും സമരകലുഷിതമാണ്. ഇസ്രായേലിന് സഹായം നൽകുന്നത് US നിർത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയാണ് സമരം നയിക്കുന്നത്. സമരം മൂലം കൊളംബിയയിൽ തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ ഓൺലൈനാക്കിയിരുന്നു. US സെനറ്റിലെ ഇസ്രായേൽ പക്ഷ നേതാവ് ചക്ക് ഷൂമറുടെ ബ്രൂക്ലിനിലെ വസതിക്ക് സമീപം 2000 പ്രതിഷേധക്കാർ ചൊവ്വാഴ്ച ധർണയിരുന്നു. ഇതിനിടെ ഇസ്രായേൽ, ഉക്രൈൻ, തൈവാൻ എന്നീ രാജ്യങ്ങൾക്ക് യുദ്ധകാല സഹായമായി $9,500 കോടി, ഏകദേശം $7,58,500 കോടി US സെനറ്റ് പാസാക്കി. കൊളംബിയ സർവകലാശാലയുടെ സിറ്റി ക്യാമ്പസിൽ 100-ലേറെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സമരം മറ്റു സർവകലാശാലകളിലേക്കും വ്യാപിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന് സഹായം നൽകുന്ന കമ്പനികളുമായി സഹകരിക്കുന്നത് നിർത്തുക, ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന പണം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് സർവകലാശാലകൾ ഉപയോഗിക്കുന്നതെന്ന് വെളിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ ഉയർത്തുന്നു. MITയിൽ ഇസ്രായേൽ ധനസഹായത്തോടെ നടക്കുന്ന ഡ്രോൺ മിസൈൽ ഗവേഷണ പദ്ധതികളുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ പുറത്തുവിട്ടിരുന്നു. അതേസമയം വടക്കൻ ഗാസയിലേക്ക് തിരിച്ചെത്തിയ ജനങ്ങളോടൊഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. കനത്ത ഷെല്ലാക്രമണവും ബോംബിങ്ങും തുടരുന്ന വടക്കൻ അതിർത്തിയിലെ ബെയ്ത്ത് ലഹിയയിലെ ജനങ്ങൾ വീണ്ടും പലായനം ആരംഭിച്ചു. ഇവിടേക്ക് ഇസ്രായേൽ സൈനികരെ പുനർവിന്യസിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 34,262 പരിക്കേറ്റവർ 77,229. അതിനിടെ ബന്ദികളിലൊരാളായ ഇസ്രായേൽ US പൗരൻ ഗർഷ് ഗോൾഡ്ബർഗിൻ്റെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടു. നിലവിൽ 133 ബന്ദികളാണ് ഗാസയിലുള്ളത്. 300-ലേറെ പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഖാൻ യൂനിസിലെ ആശുപത്രി വളപ്പിലെ കൂട്ടക്കുഴിമടത്തിൽ നിന്ന് കണ്ടെടുത്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് യൂറോപ്യൻ യൂണിയനും ഐക്യരാഷ്ട്ര സംഘടനയും ആവശ്യപ്പെട്ടു. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിക്ക് ധനസഹായം പുനരാരംഭിക്കുമെന്ന് ജർമ്മനി സൂചിപ്പിച്ചു. മണിപ്പൂരിൽ വീണ്ടും അക്രമം. സ്ഫോടനത്തിൽ പാലം തകർത്തു. മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിന് തൊട്ടു മുൻപ് വീണ്ടും വ്യാപകമായ അക്രമം. കാങ്പോക്പിയിൽ ദേശീയപാതയിലെ പാലം 3 സ്ഫോടനങ്ങളിൽ ഭാഗികമായി തകർത്തു. ഇതോടെ ഗതാഗതം തിരിച്ചുവിട്ടു. ഇംഫാലിനെയും നാഗാലാൻഡിലെ ദിമാപൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ദേശീയപാതയിലെ പാലത്തിലായിരുന്നു സ്ഫോടനം. കുക്കി അധിവാസ മേഖലയിലുള്ള പാലം തകർത്തത് മെയ്തൈ ഭീകര ഗ്രൂപ്പുകളാണെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു. എന്നാൽ ഇംഫാലിലേക്കുള്ള ചരക്ക് നീക്കം തടയുന്നതിന് കുക്കികളാണ് പാലം തകർത്തതെന്ന് മെയ്തൈകളും ആരോപിച്ചു. സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുക്കി മേഖലകളിലൂടെയുള്ള വാഹന നീക്കം ആവശ്യമെങ്കിൽ തടയുമെന്ന് കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ പ്രധാന പാലങ്ങളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇംഫാൽ വെസ്റ്റ്, ഈസ്റ്റ് ജില്ലകളിൽ ഇന്നലെയും വെടിവെപ്പ് നടന്നു. സെക്മയിൽ തീവ്ര മെയ്തൈ സംഘടനയായ ആരംഭായ് തെങ്കോലിൻ്റെ ഒരു പ്രവർത്തകന് വെടിയേറ്റു. ഇംഫാൽ നഗരത്തിൽ ഒരേ സംഘടനയിൽപ്പെട്ട 2 വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷവും വെടിവെപ്പുമുണ്ടായി.
ഒന്നാംഘട്ട വോട്ടെടുപ്പിൻ്റെ സമയത്തും മണിപ്പൂരിൽ വൻ സംഘർഷമുണ്ടായിരുന്നു. 2 കുക്കി യുവാക്കളെ വധിച്ച അക്രമികൾ അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചുമാറ്റി. വെടിവെപ്പും ബൂത്ത് പിടിച്ചെടുക്കലും ഉണ്ടായതിനെ തുടർന്ന് 11 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തി. റഷ്യയിൽ ദീർഘദൂര മിസൈൽ ആക്രമണവുമായി ഉക്രൈൻ. US നൽകിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ റഷ്യക്കെതിരെ ഉക്രൈൻ ആദ്യമായി പ്രയോഗിച്ചു. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശ മേഖലയിലും ക്രൈമിയയിലെ റഷ്യൻ വ്യോമതാവളത്തിലുമാണ് US-ൻ്റെ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ഉക്രൈന് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ നൽകാനുള്ള 2500 കോടി രൂപയുടെ പാക്കേജിന് കഴിഞ്ഞയാഴ്ചയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയത്. ഇതുവരെ US നൽകിയിരുന്ന മധ്യദൂര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരിധിയേക്കാൾ 300 കിലോമീറ്ററിലേറെ ദൂരത്ത് ആക്രമണം നടത്താനാകുന്നതാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ. അതിനിടെ റഷ്യയിലെ ലിംബസ്റ്റിക് മേഖലയിൽ സ്റ്റീൽ ഫാക്ടറിക്ക് നേരെ ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. വിദ്വേഷ പ്രസംഗം 4 ദിവസമായിട്ടും പ്രതികരണമില്ല. പ്രധാനമന്ത്രിക്കെതിരായ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നടപടിയെടുത്തില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗം കഴിഞ്ഞ് 4 ദിവസമായിട്ടും അനങ്ങാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതി ലഭിച്ചുവെന്നും പരിശോധിച്ചുവെന്നുമുള്ള കഴിഞ്ഞ ദിവസത്തെ അനൗദ്യോഗിക പ്രതികരണമല്ലാതെ മറ്റ് ആശയവിനിമയമില്ല. കോൺഗ്രസ്, CPM, CPI എന്നീ പാർട്ടികളും ഒട്ടേറെ വ്യക്തികളും നൽകിയ പരാതികൾ കമ്മീഷന് മുന്നിലുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരട്ട് നൽകിയ പരാതി ഡൽഹിയിലെ മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചില്ല. തുടർന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയെ സന്ദർശിച്ച് വൃന്ദ പരാതി നൽകി. FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്ന് നിയമോപദേശം തേടുമെന്നും പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കാൻ വിസമ്മതിക്കേണ്ടിയിരുന്നില്ലെന്നും കമ്മീഷണർ പറഞ്ഞതായി വൃന്ദ അറിയിച്ചു. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ മുസ്ലിങ്ങൾക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്ന മോദിയുടെ പ്രസംഗമാണ് വൻ വിവാദമായത്. കോൺഗ്രസ് വന്നാൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്നാണ് രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ മോദി പറഞ്ഞത്. തിങ്കളാഴ്ച UPയിലും ഇന്നലെ ഛത്തീസ്ഗഡിലും സമാനമായ പരാമർശങ്ങൾ മോദി തുടർന്നു. UP മധുരയിലെ BJP സ്ഥാനാർത്ഥിയായ നടി ഹേമമാലിനിയെക്കുറിച്ചുള്ള അപകീർത്തികരമായ പരാമർശത്തിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാലയെ 48 മണിക്കൂർ പ്രചാരണത്തിൽ നിന്ന് കമ്മീഷൻ വിലക്കിയിരുന്നു. കോൺഗ്രസിനെതിരെയുള്ള അപകീർത്തികരമായ പരാമർശത്തിൻ്റെ പേരിൽ BRS അധ്യക്ഷൻ K. ചന്ദ്രശേഖർ റാവുവിന് നോട്ടീസ് നൽകുകയും ചെയ്തു. 2 മാസത്തിനിടെ ഇന്ത്യ വിട്ടത് 2 വിദേശ മാധ്യമ പ്രവർത്തകർ. കേന്ദ്രം നിയന്ത്രണം കടുപ്പിക്കുന്നെന്ന് വിദേശ മാധ്യമ പ്രവർത്തകർ. വിസ ചട്ടലംഘനത്തിൻ്റെ പേരിൽ 2 മാസത്തിനിടെ 2ാമത്തെ വിദേശ മാധ്യമ പ്രവർത്തകയ്ക്കാണ് ഇന്ത്യ വിടേണ്ടി വന്നത്. വിസ പുതുക്കി കിട്ടാത്തതിനാൽ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ദക്ഷിണേഷ്യ ബ്യൂറോ ചീഫ് അവനി ഡയസ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ വിട്ടത്. വിസ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ച ഫ്രഞ്ച് മാധ്യമ പ്രവർത്തക വനേസ ഡ്രോഗ്നാക്ക് ഫെബ്രുവരി പകുതിയോടെ മടങ്ങി. സ്വന്തം ഇഷ്ടപ്രകാരമല്ല പോകുന്നതെന്നും ഇന്ത്യയിൽ തുടരാൻ പറ്റാത്ത സാഹചര്യമാണെന്നും വനേസ പറഞ്ഞു. ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ച വനേസ 23 വർഷമായി ഇന്ത്യയിലാണ് താമസം. രാജ്യത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കുന്ന റിപ്പോർട്ടുകൾ നൽകിയതിനാണ് വനേസയ്ക്കെതിരെ നടപടിയെന്ന് ന്യായീകരിച്ചിരുന്നു. ശ്രീലങ്കൻ ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകയായ അവനി ഡയസിൻ്റെ റിപ്പോർട്ടിംഗ് അതിര് കടന്നെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. ഏകദേശം 30 വിദേശ മാധ്യമ പ്രവർത്തകരാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. കേന്ദ്രം കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന് ഇവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. വേനൽ മഴയിലും ജലനിരപ്പ് ഉയരാതെ ഡാമുകൾ. വേനൽ മഴ സംസ്ഥാനത്തെ ഡാമുകളിലെ ജലനിരപ്പിൽ കാര്യമായ മാറ്റം വരുത്തുന്നില്ല. ശരാശരി 37% വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. വൈദ്യുതി ഉപയോഗം വീണ്ടും വർദ്ധിച്ച് 10.63774 കോടി യൂണിറ്റായി. 8.8556 കോടി യൂണിറ്റും പുറത്തുനിന്ന് വാങ്ങി. കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച 1.7814 കോടിയിൽ ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വിഹിതം 1.56823 കോടി യൂണിറ്റാണ്. ചൊവ്വാഴ്ചയിലെ പീക്ക് ലോഡ് 5424 മെഗാവാട്ട്. ശുഭദിനം. നന്ദി.